കുറവിലങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ഹോട്ടലുകളും ബാറുകളും കള്ളുഷാപ്പും ബേക്കറികളും അടക്കമുള്ളവ മലിനജലം സംസ്കരിക്കുവാനുള്ള മതിയായ ശാസ്ത്രീയ ക്രമീകരണങ്ങൾ ഓഗസ്റ്റ് 15 മുമ്പ് പൂർത്തീകരിക്കാനാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. മലിനജല സംസ്കരണവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തിട്ടുള്ളത്. ഇതിനുള്ള മതിയായ ശാസ്ത്ര സാങ്കേതിക സഹായങ്ങൾ നൽകാൻ ബന്ധപ്പെട്ട ഏജൻസികളും രംഗത്ത് എത്തിയിരുന്നു. തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സെന്റർ ഫോർ ഇക്കണോമിക് സ്റ്റഡീസ് പ്രതിനിധി രാധാകൃഷ്ണൻ വിവിധ ആശുപത്രികളിൽ മലിനജല സംസ്കരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ഏറെ പ്രശംസ നേടിയിട്ടുള്ള നെടുമ്പാശ്ശേരി ആസ്ഥാനമായിട്ടുള്ള ഗ്ലോബൽ ഏജൻസി എന്നീ സംഘടനകളാണ് അവരുടെ പ്രവർത്തന വിവരണവുമായി യോഗത്തിൽ എത്തിച്ചേർന്നത്. മലിനജല സംസ്കരണവുമായി ബന്ധപ്പെട്ട് സഹായം നൽകാൻ പഞ്ചായത്തിന് കഴിയില്ലെന്നും എന്നാൽ ഖരമാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് 18,000 രൂപ വരുന്ന ബയോഗ്യാസ് പ്ലാന്റുകൾ 75% സബ്സിഡിയോടുകൂടി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾക്ക് താൽപര്യമെങ്കിൽ കൈമാറാൻ തയ്യാറാണെന്നും പഞ്ചായത്ത് അധികൃതർ യോഗത്തെ അറിയിച്ചിട്ടുണ്ട്. ഇതിന് പ്രകാരം 4,500 രൂപ കൊടുത്താൽ ഖരമാലിന്യ സംസ്കരണ സംവിധാനം ഹോട്ടലുകളിലും കള്ളുഷാപ്പിലും ബേക്കറികളിലും ഒരുക്കാൻ കഴിയും. എന്നാൽ ജൈവമാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് സ്ഥാപനങ്ങൾ 25,000 രൂപ മുതൽ 10 ലക്ഷം രൂപ വരെ ചെലവഴിക്കുന്ന രീതിക്കുള്ള വേസ്റ്റ് വാട്ടർ മാനേജ്മെന്റ് സംവിധാനം ഏർപ്പെടുത്താനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് മേലിൽ വലിയ തോട്ടിലേക്ക് മലിനജലം ഒഴുക്കില്ല എന്ന നിലപാടും സ്വീകരിച്ചിട്ടുണ്ട്. ഇത് എത്രമാത്രം യാഥാർത്ഥ്യമാകുമെന്ന് കണ്ടറിയണമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മുൻപും ഇത്തരത്തിൽ തീരുമാനങ്ങൾ സ്വീകരിച്ചിരുന്നുവെങ്കിലും പലപ്പോഴും നടപ്പാകാത്ത ചരിത്രമാണ് പഞ്ചായത്തിനുള്ളത്. പഞ്ചായത്ത് പ്രസിഡന്റ് TS രമാദേവി, വൈസ് പ്രസിഡന്റ് ലീലാമ്മ തോമസ്, അംഗങ്ങളായ KK ശശികുമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. എല്ലാ കടക്കാരെയും സമീപിച്ചിരുന്നു. അതുപോലെ തന്നെ അനൗൺസ്മെന്റ് നമ്മൾ നടത്തിയിരുന്നു. അപ്പോൾ അതിലെല്ലാം നിങ്ങളുടെ എല്ലാം പൂർണ്ണമായ സഹകരണം ഉണ്ടാകണം. അത് ഇവിടെ വൈസ് പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ ഒരു ദിവസം കൊണ്ട് അത് സാധ്യമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന് നമ്മൾ ഇതിന് മുന്നേ ഒരു പ്രാവശ്യം അറിയിച്ചപ്പോൾ നമ്മളൊരു കാലാവധി തന്നിരുന്നതാണ്. അന്നൊന്നും നമുക്കത് പൂർണ്ണമായും ചെയ്യുവാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ ഇത്തവണ നമ്മളത് കർശനമായി അത് നമ്മളുടെ സ്ഥാപനങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന മാലിന്യങ്ങൾ നമ്മളുടെ സ്ഥാപനത്തിൽ തന്നെ അല്ലെങ്കിൽ നമ്മൾക്ക് അവകാശപ്പെട്ട നമ്മളുടെ ഭൂമിയിൽ തന്നെ അത് സംസ്കരിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ നിങ്ങൾ കൃത്യമായും ചെയ്യണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് ഞാൻ ചെയ്യുന്നത്. അതിന് നിങ്ങളെല്ലാവരും സഹകരിക്കണമെന്നും ആവശ്യപ്പെടുകയാണ്. നമ്മൾ അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള പകർച്ചവ്യാധികളിൽ നിന്നും മറ്റ് പ്രതിരോധ മാർഗങ്ങളെ എല്ലാം നമുക്ക് നേരിടാനായിട്ട് മറ്റ് പകർച്ചവ്യാധികളിൽ നിന്നും എല്ലാം മുക്തി നേടിക്കൊണ്ട് നമ്മളുടെ രാജ്യത്തെയും നമ്മളുടെ സ്ഥാപനങ്ങളെയും നമ്മുടെ സഹോദരങ്ങളെയും നമ്മുടെ കുടുംബത്തെയും എല്ലാം നമുക്ക് സംരക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഉത്തമ ബോധ്യത്തോടെ നമ്മളെല്ലാവരും അതിന് തയ്യാറാകണം. അങ്ങനെ നമ്മളുടെ